കണ്ണൂർ ജില്ലയിലെ പാചകവാതക വിതരണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സേവന വേതന വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ലേബർ ഓഫീസർക്കും കളക്ടർക്കും നൽകിയ പരാതികളിൽ തീരുമാനം ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് കണ്ണൂർ ജില്ലാ ഫ്യുവൽ എംപ്ലോയീസ് യൂണിയൻ CITU നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച നൽകേണ്ട മിനിമം കൂലി നൽകുന്നില്ല. വർഷങ്ങളായി നൽകാതെ പല ഏജൻസികളും നൽകുന്നില്ല. നൽകാതിനെ പറ്റി പല പരാതികളും കളക്ടറേറ്റ് മാർച്ച് അടക്കം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ നമ്മൾ ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന ദയ വെച്ചിട്ട് കൊടുക്കുന്ന പൈസയാണ് ഇവർ ഇപ്പം ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നിയമപരമായിട്ട് ഏജൻസികൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നില്ല. അത് പബ്ലിക്കിൻ്റെ നിന്ന് നമ്മളിങ്ങനെ ദയാപൂർവ്വം കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവർ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ഈ നില കുറേ കാലമായി തുടരുന്നത്. കുറേ കാലം തുടർന്നിട്ട് നമുക്കതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. കാരണം തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് ഇത് കിട്ടിയാലേ അവർ ജീവിക്കാൻ കഴിയും. ഉടമസ്ഥന്മാരാണെങ്കിൽ കൊടുക്കൂല എന്നുള്ള നിലപാട് അവർ ശക്തമായിട്ടുണ്ട്. ഇതിൽ പഴയ കാലത്ത് അദാലത്ത് വിളിക്കലുണ്ട്. കാലത്ത് അദാലത്ത് പങ്കെടുക്കുന്നത്. ഇപ്പം അദാലത്ത് വിളിക്കാതെ വർഷങ്ങളായി. എന്നാൽ മാത്രമേ പരാതികൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ആ അദാലത്ത് വിളിക്കാതെ ഉണ്ട്. അദാലത്ത് വിളിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ പറയാം. ഉപഭോക്താക്കളും പറയാം, എല്ലാവർക്കും പറയാമല്ലോ. ഇപ്പം അത് വിളിക്കുന്നില്ല. ഈ പറയുന്ന തൊഴിലാളികൾക്ക് ഡെലിവറി ബോയ് എന്ന് പറയുന്ന സംവിധാനം എടുത്തു കളിയാണ്. നിലവിൽ ഡ്രൈവർ കൊണ്ടുപോവുക, ഡ്രൈവർ തന്നെ ചുമന്നിട്ട് വീടുകളിലെത്തിക്കുക, അവരെന്നെ കൊടുക്കുന്നത് മേടിച്ച് കിച്ചയിലിട്ട് പോവുക എന്ന നിലപാട് കുറേ കാലമായി. അതിന് ഉദാഹരണത്തിന് മേഘാ ഗ്യാസ്, കൊയിലിയാത്ര കുറേ ഏജൻസികളുണ്ട്. A. പ്രേമരാജൻ, K. അശോകൻ, VK ബാബുരാജ്, M. ചന്ദ്രൻ, MP രാജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.